UPI ട്രാൻസാക്ഷൻ തോന്നിയതുപോലെ നടത്തിയാൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർണാടകയിലുള്ള ഒരു 14,000-ഓളം കച്ചവടക്കാർക്ക് UPI ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഉപയോഗിക്കുന്ന ഫോൺ പേ, അതേപോലെ ഗൂഗിൾ പേ പോലെ ഭാരത് പേ എന്നൊക്കെ പറഞ്ഞ് കുറെ തേർഡ് പാർട്ടി ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന കച്ചവടക്കാരുടെ ടേൺ ഓവർ ഇന്ന വർഷങ്ങളിൽ 2021 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിൽ ഓരോ വർഷവും ഇത്ര തുക ക്രോസ് ചെയ്തിട്ടുണ്ട്, കച്ചവടക്കാർ GST എടുക്കാൻ ബാധ്യസ്ഥരാണ്, അവരെടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഈ GST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോട്ടീസ് പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കർണാടകയിൽ കുറച്ച് വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചെറുകിട കച്ചവടക്കാരിലും കൂടി ജൂലൈ 25-ന് ഒരു കടയടപ്പ് സമരം വരെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ബാങ്ക് ഇടപാട്, UPI ഇടപാട് തോന്നിയ പോലെ നടത്തി നമ്മൾ കയ്യും വീശി മുന്നോട്ട് പോകാന്ന് വെച്ചാൽ കാര്യങ്ങൾ നടക്കില്ല. ഇതേ ഒരു മെക്കാനിസം തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളും മുന്നോട്ട് വരുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. തമിഴ്നാട്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഈ 4 സംസ്ഥാനങ്ങളും കൂടി ഇതിന്റെ ബാക്കിൽ പോകുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. ഇനി കേരളത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നാലും ഞാൻ ഒരു അക്കൗണ്ടന്റ് ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം.